ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മളൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ പുറത്ത് ഷോപ്പിൽ പോയപ്പോഴത്തേക്ക് ഒരു സാരി നമുക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ആ സാരി വാങ്ങാൻ വേണ്ടിയിട്ട് തപ്പിപ്പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് അപ്പം തന്നെ മോളെ പോയിട്ടുണ്ടായിരുന്നു. സാരി ഇങ്ങനെ ഡിസ്പ്ലേക്ക് ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെട്ടു പോകുമല്ലോ. അങ്ങനെ പിന്നെ അതേ പാറ്റേണിൽ വരുന്ന ബ്ലാക്ക് ഷെയ്ഡാണ് ഞാൻ നോക്കി പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ സാരി നോക്കി. അതിൽ മെയിനായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബ്ലാക്കും പിന്നെ ഒരു ബ്ലൂ ആയിരുന്നു കേട്ടോ. പിന്നെ ബ്ലാക്ക് വാങ്ങാനാണ് കുറച്ചും കൂടെ ഇഷ്ടമുള്ളത് കാരണം നമ്മൾ ബ്ലാക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് പോകുന്നു കേട്ടോ. അങ്ങനെ ബില്ലടിച്ച് സാധനങ്ങൾ എല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് വേറെ 1-2 സ്ഥലത്തും കൂടെ പോകാനുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞുവാവയുടെ ഡിസ്ചാർജിൻ്റെ അന്ന് നമുക്ക് അവരിങ്ങനെ ഒരു ഫോട്ടോ ഫ്രെയിം തരുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് അവർക്ക് ഫ്രെയിം ചെയ്ത് കിട്ടാഞ്ഞത് കാരണം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ വരുന്ന ദിവസം വന്ന് വാങ്ങണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെക്കപ്പിന് പോയ ടൈമിൽ നമ്മൾ ആ ഒരു കാര്യം സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അങ്ങനെ ഞാൻ പിന്നെ ഇതുപോലെ ആലപ്പുഴയ്ക്ക് വരുന്ന ടൈമിൽ വന്ന് വാങ്ങാമെന്ന് കരുതിയിട്ട് നേരെ അവിടുന്ന് നമ്മൾ സഹൃദ ഹോസ്പിറ്റലിലോട്ടായിട്ടോ പോയത്. അങ്ങനെ പിന്നെ മുകളിലേക്ക് കയറി ചെന്ന് അവരോട് നമ്മൾ കാര്യം അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഈ ഒരു സാധനമായിട്ടോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അന്ന് കുഞ്ഞാവയുടെ ഫോട്ടോ എടുത്തിട്ട് ഇതുപോലൊരു ജനിച്ച ദിവസവും സമയവും വെയിറ്റും എല്ലാം കൂടെ വെച്ചിട്ടൊരു ഫ്രെയിമായിട്ടോ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവരുടെ ഹോസ്പിറ്റലിലെ പേരും ഡോക്ടറിൻ്റെ പേരും ഒക്കെ അതിലുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ആമിയും കൊണ്ട് പോകുന്ന ദിവസം ആമിയുടെ ഓരോരോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വെക്കും ഇന്നത് വേണം എന്നുള്ളത്. അങ്ങനെ പിന്നെ അവിടുന്ന് ഒരു ഷാർജ ഓർഡർ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഷാർജ വേണ്ട, സ്ട്രോബെറി മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഷാർജയും വാങ്ങി സ്ട്രോബെറിയും വാങ്ങിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ നമുക്ക് ഡെക്കറേഷന് വേണ്ടി കുറച്ച് ഫ്ലവർ വാങ്ങണമായിരുന്നു പ്ലാസ്റ്റിക്കിൻ്റെ. അങ്ങനെ അതുമൊക്കെ വാങ്ങിച്ചിട്ട് നേരിലേക്ക് വന്നു. ബൈ.